ചന്ദ്രൻ ഒന്നിച്ചു നിൽക്കുന്നു. അതിലേക്ക് അതിന്റെ പ്രകാശം കൊണ്ട് ഇളകി നല്ലപോലെ ഇളകിയാടുന്ന തിരമാലകൾ അതിലേക്ക് കടന്നു പോകുന്ന ഒരു വെള്ളം. ഈ വെള്ളം ഉദ്ദേശിക്കുന്നത് ഇവിടെ പ്രതിസന്ധി പ്രതീക്ഷയാണ്. പ്രതീക്ഷ എന്ന് പറഞ്ഞ ചന്ദ്രനെയും പ്രതിസന്ധി എന്ന് പറഞ്ഞ കടലിന്റെ തിരമാലകളാണ്. നമ്മുടെ ജീവിതം തന്നെ ഈ വെള്ളമാണ്. നമ്മുടെ ജീവിതം ഈ വെള്ളമാണ്. അപ്പൊ നമ്മുടെ ഈ പ്രതിസന്ധികൾ കടന്ന് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ മുന്നോട്ട് പോകും. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് എന്താണോ ഇപ്പോ ചന്ദ്രനിലേക്ക് എത്തുക എന്നുള്ളത് വൃന്ദ എന്താവാൻ ആഗ്രഹിക്കുന്നു. ഒരു നല്ലൊരു ഗായികയാവാം, അല്ലെങ്കിൽ നല്ലൊരു വേറെ എന്തെങ്കിലും ഒരു നല്ലൊരു ജോലി എന്താണ്, അതാണ് നമ്മുടെ പ്രതീക്ഷ. പ്രതീക്ഷ ഓരോന്നിനും ഓരോ വ്യക്തികൾക്കും ഓരോ പ്രതീക്ഷ. മകളുടെ പ്രതീക്ഷിക്കാം, അച്ഛൻ്റെ പ്രതീക്ഷ, മക്കളുടെ പ്രതീക്ഷ. പ്രതീക്ഷ വാർത്ത തന്നെ വലിയൊരു സംഭവം നമ്മൾ ഉൾക്കൊള്ളണം പ്രതീക്ഷ. അപ്പൊ അതാ പറഞ്ഞ ജോലി, നിങ്ങളുടെ ജോലിയാവാം, കുടുംബമാകാം, എന്തോ അതിലേക്ക് നമ്മൾ എന്ത് പ്രതിസന്ധികളെ നേരിട്ട് മുന്നോട്ട് പോകും. ട്രൈ ചെയ്യുക. ട്രൈ അത് പിന്നെ ഇത് അറിയാതെ നമ്മൾ അറിയാത്ത ചില കാര്യങ്ങൾ ചെന്നിപ്പെടാറുണ്ട്. മനസ്സിലായി, അറിയാതെ പറ്റിപ്പോയി. ഇപ്പൊ ഞാൻ അറിയാത്ത ഒരു ട്രെയിനിൽ കയറി. ട്രെയിൻ ഇവിടെ ദുരന്തോ എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു ട്രെയിനും അത് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് കോഴിക്കോടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മംഗലാപുരമാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നോർത്ത് എവിടെയെങ്കിലും പോയി അതിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ദുരന്തം അനുഭവിക്കും. അതിനെയാണ് പേരിട്ടേക്കാൻ ദുരന്തോ എക്സ്പ്രസ്. മനസ്സിലായില്ലേ? അപ്പൊ അറിയാതെ നമ്മള് ഒരു സാധനം വാങ്ങി ഒരു മനുഷ്യനെ പരിചയപ്പെടുകയും ചെയ്യുമ്പോൾ പറ്റുന്ന അബദ്ധങ്ങളെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ചിന്ത പോകും. നമ്മൾ ചിന്തിക്കുക, ഇത് ശരിയാണോ തെറ്റാണോ. ഒന്ന് രണ്ട് പ്രാവശ്യം ഒരു കാര്യം ചെയ്തില്ല ചിന്തിക്കുന്നതിൽ തെറ്റാണ്. മനസ്സിലായി? ഒരാളുടെ വാക്ക് കേട്ടൊന്ന് വിശ്വസിക്കും. ഒരാൾക്ക് എന്റെ ശത്രുവിനെ കുറിച്ച് എന്നോടൊന്ന് ചോദിക്കുന്നു, അയാൾ എങ്ങനെയുണ്ട്. ഞാൻ എന്റെ ശത്രുവല്ല, ഞാൻ നല്ല നെഗറ്റീവാണ്, എപ്പോഴും നെഗറ്റീവാണ്. പക്ഷെ എന്റെ ലൈഫിൽ ഞാൻ എന്റെ ശത്രു നല്ലവനാണെങ്കിൽ നല്ലതെന്നേ പറയും. അയാൾ മോശക്കാരനായോ എപ്പോഴും എവിടെയും ഞാൻ മോശക്കാരൻ തന്നെ പറയും. നല്ല വ്യക്തിയാണെങ്കിൽ ശത്രുവാണെങ്കിൽ പോലും അയാൾ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇത് വീതിയും വിളിച്ചു. വീതി മീൻസ് അറിയാമോ, നമ്മൾ ഈ പെട്ടെന്ന് നടന്നു പോകുന്ന വഴികളിൽ ഒരുപാട് ലൈറ്റും ഭംഗി വ്യക്തമായിട്ട് സുതാര്യമായിട്ട് നമുക്ക് ഈസി ആയിട്ട് നടന്നു പോകും. അതേ വഴിയിൽ പെട്ടെന്ന് ഇരുട്ടായി കഴിഞ്ഞാൽ കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് സംഭവിക്കും. അയ്യോ കറണ്ട് പോയി കാണാൻ പറ്റില്ല. വഴിയിൽ ഇരുട്ടാണോ പാമ്പാണോ പട്ടിയാണോ വെള്ളമാരാണോ എന്താണെന്നുള്ളത്. അപ്പം നമ്മൾക്ക് കഴിയും, അതായത് വൃന്ദയ്ക്ക് കഴിയുന്ന ഒരു സഹായം. ഇപ്പൊ വൃന്ദ ഇവിടെ നോക്കാന്ന് ചെയ്തു, വൃന്ദ എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്തു, പ്രൊമോ വീഡിയോ ചെയ്തു. ഇതെല്ലാം ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. വിജുകുമാർ റോയ് എന്ന വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തത്. അത് വലിയൊരു കാര്യമാണ്. അത് നമ്മൾ ആക്കുന്നത് ഒരു മനുഷ്യനോ പ്രകൃതിക്കോ സമൂഹത്തിനോ ആക്കുന്നത് ഒരു ഉപകാരം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ വലിയ കാര്യമാണ്. വീതി വിളിച്ചു നമ്മൾ വിളിച്ചാണല്ലോ വീതി നമുക്ക് മറ്റു പലരാകാം, അല്ലെങ്കിൽ വീതി നമ്മളാവാം മറ്റാരെങ്കിലും നമുക്ക് വിളിച്ചു. അതായത് രാവിലെ അതിരാവിലെ എത്തിയതുകൊണ്ട് സൺലൈറ്റ് അതിലേക്ക് വരുന്ന ഒരു കാടിനകത്തുന്ന സമയത്ത് വരുന്ന ഭാഗത്ത് നിറയെ പാടത്തലുകൾ നിറയെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഓരോരോ എന്താ പറയുക, ഓരോരുത്തർ ആവശ്യങ്ങൾ ദൈവത്തെ അറിയിക്കുന്ന ഒരു ചടങ്ങാണ്. കല്ലുകൾ അടുക്കി വെക്കുക. വലിയ കല്ലിൽ നിന്ന് ചെറുതായിട്ട് അപ്പൊ ഞാൻ അതിനെ ഫോട്ടോ എടുത്തിട്ട് ഇടയ്ക്ക് ലാപ്ടോപ്പിൽ വെച്ചിട്ട് നോക്കി എന്റെ ഫോട്ടോസ് പോയി വരുമ്പോൾ ഞാൻ നല്ല ഫോട്ടോസ് എടുത്ത് നോക്കിയപ്പോഴേക്കും ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്തത്, ഇതെന്തിനായിരിക്കും, എന്ത് ഗുണമുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചു. പിന്നീട് കുറച്ച് ദിവസം ഇങ്ങനെ വന്നപ്പോഴേക്കും ഞാൻ അത് വരച്ചു. വേറെ പ്രശ്നങ്ങൾ വരച്ചാണ്, ഒറിജിനൽ ഫോട്ടോഗ്രാഫി രീതിയിലല്ല വരച്ചത്. ഇപ്പൊ ഒരു മരം ഇവിടെ നിൽക്കുകയാണ്. മരത്തിൽ ഇതിന്റെ ചുവട് മാത്രമേ നമുക്ക് കാണാം. ഏതൊരു മരത്തിന്റെ ചുവടുകൾ മാത്രമേ കാണാം. അതിന്റെ അടിസൈഡ് കാണാൻ പറ്റില്ല. മണ്ണിന്റെ അടിയിലേക്ക് നമുക്ക് കാണാൻ പറ്റില്ല. മണ്ണിന്റെ അടിയിലാണ് പ്രധാനമായിട്ടുള്ള കാര്യം. ഉദ്ദേശിക്കുന്ന മാക്സിമം 2000 അതെന്തിന്